അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് ഷാഫ്റ്റിനെ കുറിച്ചുള്ള ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോബ്ലം ഞാനൊന്ന് വായിക്കാം. എ സോളിഡ് ഷാഫ്റ്റ് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് എ ടോർക്ക് ഓഫ് 20 kN. ഫൈൻഡ് ദ നെസസറി ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ഇഫ് ദ അലവബിൾ ഷിയർ സ്ട്രെസ് ഈസ് 70 Nm/mm². അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള ഡാറ്റാസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ടോർക്ക് തന്നിട്ടുണ്ട്. ടോർക്ക് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ടി ഈക്വൽ ടു 20 kN എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 20 × 10³ അല്ലെങ്കിൽ 1000 Nm എന്നായി. അതായത് ആ കിലോ എന്നുള്ളതിനെ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇത് നമ്മളതിനെ ന്യൂട്ടൺ mm മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1000 കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് 20 × 10⁶ Nm എന്ന് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഷിയർ സ്ട്രെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെയുള്ള ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 70 Nm/mm². നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ആണ്, ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ്. അപ്പോൾ നമുക്ക് ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് അറിയാം. ടി ഈക്വൽ ടു ടോ ഇൻറ്റു πd³/16. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, d³ ഈക്വൽ ടു 16 × t ഹോൾ ഡിവൈഡഡ് ബൈ π × ടോ. അപ്പോൾ നമുക്കറിയാം 16 ഇൻറ്റു ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം 20 × 10⁶ ഹോൾ ഡിവൈഡഡ് ബൈ π × 70. Therefore, d equal to cube root of 16 × 20 × 10⁶ all divided by 70 × π. അപ്പോൾ നമുക്ക് ആൻസർ വളരെ കൃത്യമായിട്ട് d equal to 113.3 mm നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഈ ഒരു ടി ഈക്വൽ ടു ടോ ഇൻറ്റു πd³/16 എന്നുള്ള ഇക്വേഷൻ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ സോളിഡ് ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 560 kW power at 300 rpm. The maximum shear stress of the material is 60 Nm/mm². Find the suitable diameter of the shaft. അപ്പോൾ ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. നമുക്കിവിടെ വ്യത്യസ്തമായിട്ട് തന്നിട്ടുള്ളത് പവറാണ് തന്നിട്ടുള്ളത്. പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ പി ആണ്. പവർ ഈക്വൽ ടു 560 kW. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ചെയ്തു 560 × 10³ അതായത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ വാട്ടിലേക്ക് മാറി. അതുപോലെ നമുക്കിവിടെ എത്ര RPM-ലാണ് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് ആ പവർ ലഭിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പീഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. n ഈക്വൽ ടു 300 rpm. അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ടോ ഈക്വൽ ടു 60 Nm/mm². ഇനി നമുക്ക് ഡയമീറ്റർ കാണണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് പവറിൽ നിന്നും ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. പവർ ഈക്വൽ ടു 2π/NT/60. ഇതാണ് പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ. ദർഫോർ നമുക്കിവിടെ ടോർക്കാണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ ടോർക്ക് കണ്ടെത്താനായിട്ട് ടി ഈക്വൽ ടു 60 × p ഡിവൈഡഡ് ബൈ 2πn. അപ്പോൾ നമുക്കറിയാം 60 പവർ എന്ന് പറയുന്നത് 560 × 10³ ഹോൾ ഡിവൈഡഡ് ബൈ 2π × 300. അപ്പോൾ നമുക്ക് ആൻസർ കൃത്യമായിട്ട് ടി ഈക്വൽ ടു 17834.39 Nm എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ന്യൂട്ടൺ മീറ്ററിലാണ് ടോർക്ക് കിട്ടിയുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്ടൺ mm-ലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ നമുക്ക് ടോർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. 178
834.39 into 10 cube Newton mm. അപ്പോൾ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് T ഈക്വൽ ടു ടോ ഇൻറ്റു പൈ ഡി ക്യൂബ് ബൈ 16. അപ്പോൾ അതിന് നമ്മൾ ദർഫോർ ഡി ക്യൂബ് ഈക്വൽ ടു 16 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടോ ഇൻറ്റു പൈ. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ അതിലേക്ക് പുട്ട് ചെയ്യാണ്. 16 ഇൻറ്റു 17834.39 ഇൻറ്റു 10 ക്യൂബ്, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത്. അത് അതിലേക്ക് അപ്ലൈ ചെയ്തു. 60 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു പൈ. അപ്പോൾ നമുക്ക് ഡി ക്യൂബ് ഈക്വൽ ടു ഈ കാണുന്ന വാല്യൂ നമുക്ക് ലഭിക്കും. ദർഫോർ നമുക്ക് ഡി ക്യൂബാണ് കിട്ടിയത്. അപ്പോൾ ഡി കിട്ടുന്നതിന് വേണ്ടി ക്യൂബ് റൂട്ട് ഓഫ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ക്യൂബ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ 114.8 mm വളരെ കൃത്യമായിട്ട് കിട്ടും. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷാഫ്റ്റിൻ്റെ മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. A solid shaft is transmitting 1 megawatt at 240 rpm. Determine the diameter of shaft if the maximum torque transmitted exceeds the mean torque of 20%. Take the maximum allowable shear stress as 60 megapascal. അപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലമൊക്കെ ചെറിയൊരു മാറ്റം ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നോക്കാം. പവർ പി ഈക്വൽ ടു 1 മെഗാവാട്ട്. അപ്പോൾ മെഗാ എന്നുള്ളതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് 10⁻⁶ വാട്ട് എന്നുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് മാറ്റി. അതുപോലെ സ്പീഡ് തന്നിട്ടുണ്ട് n ഈക്വൽ ടു 240 rpm. ഷിയർ സ്ട്രെസ് ടോ ഈക്വൽ ടു 60 മെഗാപാസ്കൽ. അപ്പോൾ ഒരു മെഗാപാസ്കൽ എന്ന് പറയുന്നത് 1 Nm/mm² തുല്യമായതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് 60 Nm/mm² തന്നെ എഴുതി. അതുപോലെ നമുക്കിവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റഡ് എക്സീഡ് ദ മീൻ ടോർക്ക് ഓഫ് 20%. അതുകൊണ്ട് നമ്മൾ എഴുതി ടി മാക്സ് ഈക്വൽ ടു 1.2 ഇൻറ്റു ടി മീൻ. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ടി മാക്സ് ഈക്വൽ ടു ടി മീൻ പ്ലസ് 20% ഓഫ് ടി മീൻ. അപ്പം ഞാൻ ഇതിൽ കോമൺ ആയിട്ട് ടി മീൻ ഉണ്ട്. ആ ടി മീൻ അങ്ങ് പുറത്തേക്ക് എടുത്ത് 1 + 20/100. അപ്പോൾ നമുക്ക് ടി മാക്സ് ഈക്വൽ ടു ടി മീൻ ഇൻറ്റു 1.2 എന്ന് കിട്ടും. ഇതാ അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പി ഈക്വൽ ടു 2π/NT/60. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് പുട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ദർഫോർ ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 60 ഇൻറ്റു 10⁻⁶. 10⁻⁶ എന്ന് പറയുന്നത് നമ്മളിവിടെ കിട്ടിയിട്ടുള്ള പവറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1 മെഗാവാട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2π ഇനി 240 എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടി എന്ന് പറയുന്നത് 39788.74 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്ടൺ mmലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് മീൻ ടോർക്കാണ് ലഭിക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് മീൻ ടോർക്കിൻ്റെ 20% എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത് ടി മാക്സ് ഈക്വൽ ടു ഇതാണ് നമുക്ക് നോർമൽ കിട്ടിയിട്ടുള്ള ടോർക്ക് ഇൻറ്റു 1.2. അതായത് 20% ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് അത് 1.2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മാക്സ് കാണാനുള്ള ഇക്വേഷൻ ടി മാക്സ് ഈക്വൽ ടു ടോ ഇൻറ്റു പൈ ഡി ക്യൂബ് ബൈ 16. അപ്പോൾ നമ്മൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് നമുക്ക് തന്നിട്ടുള്ള 16 ഇൻറ്റു നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ടോർക്ക് ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു പൈ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 159.4 mm എന്നുള്ള ഡയമീറ്റർ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ഡയമീറ്റർ ഈക്വൽ ടു 160 എന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഹോളോ ഷാഫ്റ്റിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ഹോളോ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് 500 kilowatt at 450 rpm. The maximum shear stress is 60 Nm/mm². Find the outside and inside diameter. If the outside diameter is twice that of inside dia, assuming that maximum torque of
25% than mean torque. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് കൃത്യമായിട്ട് നോക്കാം. ആദ്യമായി പവർ തന്നിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് 500 കിലോ വാട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 500 × 10³ വാട്ടായി. അതുപോലെ സ്പീഡ് തന്നിട്ടുണ്ട്. n എന്നാണ് തന്നിട്ടുള്ളത്. അതായത് സ്പീഡിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് n ആണ്. n = 300 RPM. അതുപോലെ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. ടോ = 60 Nm². അതുപോലെ നമുക്കറിയാം ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹോളോ ഷാഫ്റ്റിന് 2 ഡയമീറ്റർ ഉണ്ടാവും. ഇൻസൈഡ് ഡയമീറ്റർ ഉണ്ടാവും, അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഉണ്ടാവും. ഇൻസൈഡ് ഡയമീറ്ററിനെ നമ്മൾ സ്മോൾ d എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഔട്ട്സൈഡ് ഡയമീറ്ററിനെ ക്യാപിറ്റൽ D എന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ പ്രോബ്ലത്തിൽ 2 കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. Tmax എന്ന് പറയുന്നത് Tmean-ൻ്റെ 25% എക്സീഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം നമുക്ക് Tmax = Tmean × 1.25 എന്ന് എഴുതാം. അതുപോലെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ എന്നുള്ളത് ഇൻസൈഡ് ഡയമീറ്ററിൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് D = 2 × സ്മോൾ d എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.5 എന്ന് കിട്ടും. അപ്പോൾ D/D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ആണ്. ഇത് നമ്മുടെ ഇക്വേഷൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യം പവർ തന്നിട്ടുണ്ട്. ആ പവർ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ടോർക്ക് കണ്ടുപിടിക്കാം. P = 2π×60. അപ്പോൾ അത് പ്രകാരം T = വെച്ചിട്ട് നമുക്കറിയാം 60 × 500 ആണ് നമുക്ക് തന്നിട്ടുള്ള പവർ എന്ന് പറയുന്നത്. അത് കൊടുത്തു, n കൃത്യമായിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് വാല്യൂ നമുക്ക് കിട്ടും 10615.71 Nm എന്ന് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് Nm മാറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടോർക്ക് എന്ന് പറയുന്നത് Tmean ആണ്. അപ്പോൾ അത് Tmax ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കണ്ടീഷൻ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂവിനെ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതാണ് നമ്മുടെ Tmax എന്ന് പറയുന്നത്. അപ്പോൾ Tmax നമുക്ക് Nm കിട്ടി. ഇപ്പോൾ നമുക്കറിയാം ഇനി ഹോളോ ഷാഫ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഹോളോ ഷാഫ്റ്റിന് 2 തരത്തിൽ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മുമ്പിലത്തെ വീഡിയോയിൽ ഇക്വേഷൻസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ Tmax എന്ന് പറയുന്നത് ടോ × π×d⁴ - d⁴/16d. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. Tmax × ടോ × π/16d³ × 1 - k⁴. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കെയുടെ വാല്യൂ കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് എഴുതാം. D = √16 × Tmax ടോ × π × 1 - k⁴. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ കൃത്യമായിട്ട് കൊടുക്കാം. 16 Tmax നമുക്കറിയാം, ഇവിടെ വാല്യൂ ഉണ്ട്. ഈ വാല്യൂ കൃത്യമായിട്ട് ഇവിടേക്ക് കൊടുത്തു. ഇനി ടോ എന്ന് പറയുന്നത് 60 ആണ്. 60 കൊടുത്തു. π × 1 - കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. 0.5⁴ എന്ന് കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഡിയുടെ വാല്യൂ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ്. അപ്പോൾ അത് പറയുന്നത് 106.3 mm എന്ന് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടീഷൻ പ്രകാരം പറഞ്ഞിട്ടുണ്ട് ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്ററിൻ്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസൈഡ് ഡയമീറ്റർ 15.16 എന്ന് കിട്ടും. അപ്പോൾ ഈ ചെയ്തിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.